ബഹുമാനപ്പെട്ട മുഹമ്മദ് ഷാ തങ്ങളും ഇസ്തിയാഖ് ഷാ തങ്ങളും ഷിയാ വിശ്വാസത്തിൽപ്പെട്ടവരാണ്. അവർ ഷിയാക്കളിൽപ്പെട്ടവരാണ്, അവർ പിഴച്ചവരാണ് എന്ന് കൃത്യമായൊരു തെളിവ് ഹാജരാക്കാൻ നിങ്ങളെ കയ്യിലെന്തുണ്ട്? കൊണ്ടുവരൂ. എത്താ കുഞ്ഞേമ, ഇതൊക്കെ ഞങ്ങൾ ഇന്നലെ തന്നെ ഈ ഗ്രൂപ്പിൽ പൊളിച്ചടക്കി തന്നല്ലേ. ഇത് ഈ ഗ്രൂപ്പിൽ നിൽക്ക് 2 ദിവസം സമദിനെ ഞങ്ങൾ പഠിപ്പിച്ചത് അതിലിരുത്തിയിട്ട് സമദ് പടം ഇങ്ങനെ പാളി നോക്കി 1-2 വിഷയം കൊണ്ടോട്ടി തങ്ങളുമായി ബന്ധപ്പെട്ട് പറഞ്ഞതാ. അത് ഇന്നലെ ഞങ്ങൾ കൃത്യമായി വിശദീകരിച്ചു. സമദ് ഇതുവരെ തൊള്ള തുറന്നിട്ടില്ല. ഇനി കുഞ്ഞേമയിൽ ഇതിൽ ആടിയുമ്പോൾ കുഞ്ഞേമ പായുക. നിൽക്ക് കുഞ്ഞേമ ഇതിൽ 2 ദിവസം അന്നെ പഠിപ്പിച്ചാലല്ലേ ഞങ്ങൾ ഇതൊക്കെ. കൊണ്ടോട്ടി നേർച്ച പെരുമയുടെ നാട്ടുത്സവം എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകമുണ്ട്. അതിൽ 12ാമത്തെ പേജ് മറിക്ക് അതിലതാ വളരെ കൃത്യമായി തന്നെ എഴുതിയിട്ടുണ്ട്. കൊണ്ടോട്ടി തങ്ങന്മാരുടെ താവഴിക്ക് തുടക്കം കുറിച്ച ഷെയ്ഖ് മുഹമ്മദ് ഷാ ഒന്നാമന്റെ ജാറത്തിലാണ് കൊണ്ടോട്ടി നേർച്ചയിൽ വഴിപാടുകൾ അർപ്പിക്കുന്നത്. ഇനി കേട്ടോ, 18ാം നൂറ്റാണ്ടിന്റെ അവസാന പാദത്തിൽ ബോംബെക്ക് സമീപമുള്ള ഒരു ഗ്രാമത്തിൽ നിന്ന് കേരളത്തിലെത്തി താമസമുറപ്പിച്ച പേർഷ്യൻ ഭാഷ സംസാരിക്കുന്ന ഒരു ഷിയ മുസ്ലിമാണ് ഷെയ്ഖ് മുഹമ്മദ് ഷാ. കേട്ടോ, ഒന്നുകൂടി വായിച്ചുതരാം. 11ാം നൂറ്റാണ്ടിന്റെ അവസാന പാദത്തിൽ ബോംബെക്ക് സമീപമുള്ള ഒരു ഗ്രാമത്തിൽ നിന്ന് കേരളത്തിലെത്തി താമസമുറപ്പിച്ച പേർഷ്യൻ ഭാഷ സംസാരിക്കുന്ന ഒരു ഷിയ മുസ്ലിമാണ് ഷെയ്ഖ് മുഹമ്മദ് ഷാ. കേട്ടോ, ഇത് നമ്മളാരും ഇതിണ്ടാക്കിയല്ല. കൊണ്ടോട്ടി നേർച്ച പെരുമയുടെ നാട്ടുത്സവം എന്ന് പറയുന്ന പുസ്തകത്തിലുള്ളത്. ഇനി ആ പുസ്തകം ആധികാരികമല്ല എന്ന് പറഞ്ഞിട്ട് വരണ്ട. കാരണം 1930കളിൽ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാപ്പയും പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരും ഷാലിയാത്തി റഹിമഹുമുള്ള ഇവര് നൽകിയ പ്രമേയത്തിന്, അവർ പാസാക്കിയ പ്രമേയത്തെ ദുർബലമാക്കാൻ വേണ്ടി, അത് തള്ളാൻ വേണ്ടിയിട്ട് കുരുവട്ടൂരികളെ ഞങ്ങൾ തെളിവായി കൊണ്ടെന്ന് ഏതായിരുന്നു? കൊണ്ടോട്ടി തങ്ങൾ എന്ന പേരിൽ ഉമർ മധുവായി എഴുതിയ ഒരു പുസ്തകങ്ങളെ അതിന് തെളിവായി കൊണ്ടെന്ന്. ആ പുസ്തകത്തിന് ഹൈദരലി ശിഹാബ് തങ്ങൾ അവതാരിക എഴുതിയിട്ടുണ്ട്, ആരിക്കുട്ടി മുസ്ലിയാർ അവതാരിക എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് തെളിവായിട്ട് നിങ്ങൾ കൊണ്ടുവന്നു. എന്തിന്? 1930 ഔലിയാക്കളായ മഹാന്മാരായ ഔലിയാക്കളിൽ പ്രധാനികളായ ഈ 3 ആളുകൾ അടക്കം 40 മുഷാവറ മെമ്പർമാർ പാസാക്കിയ പ്രമേയത്തെ തള്ളാൻ വേണ്ടി. അപ്പൊ അതുകൊണ്ട് ഇനി ഇത് ആധികാരികമല്ല എന്ന് പറഞ്ഞാൽ വരണ്ട. ഉമർ മധുവായിന്റെ പുസ്തകങ്ങൾക്ക് ആധികാരികമാണോ എങ്കിൽ കൊണ്ടോട്ടി നേർച്ച പെരുമയുടെ നാട്ടുത്സവം അതും നിങ്ങൾക്ക് ആധികാരികമാവണം. എന്താ ഒന്ന് കൊപ്പരി മറ്റേ ചക്കരിയാവാൻ പറ്റുമോ? കുഞ്ഞേമ ഒന്നും കൂടി കേട്ടോ. അതേ പുസ്തകത്തിന്റെ തന്നെ 13ാമത്തെ പേജിൽ കൊണ്ടോട്ടി തങ്ങന്മാരുടെ പാരമ്പര്യത്തിന്റെ 3 ഘടകങ്ങളായ ഷിയ, പേർഷ്യൻ, സൂഫി എന്നിവയിൽ ഷിയ അംശം അപ്രത്യക്ഷമായി കഴിഞ്ഞു. കേട്ടോ കുഞ്ഞേമേ, ഷിയ അംശം ഉണ്ടായിരുന്നു. 3 ഘടകങ്ങളായിരുന്നു കൊണ്ടോട്ടി തങ്ങന്മാരുടെ പാരമ്പര്യം. അതിൽ 1ാമത്തത് ഷിയ, 2ാമത്തത് പേർഷ്യൻ, 3ാമത്തത് സൂഫി. അതേ സമയത്ത് ഷിയ അംശം അപ്രത്യക്ഷമായി കഴിഞ്ഞു. അപ്പൊ ആദ്യം മുഹമ്മദ് ഷാ വന്ന ആ കാലത്ത് ഇതിന്റെ 12ാമത്തെ പേജിൽ പറഞ്ഞില്ലേ, മുഹമ്മദ് ഷാ ഷിയ മുസ്ലിം ആയിരുന്നു. അതന്നെയാണ് ഇവിടെ അടിവരട്ട് പറഞ്ഞത്. പക്ഷെ ഇപ്പോ അത് അപ്രത്യക്ഷമായിട്ടുണ്ട് എന്നാണ് ഇതേ പുസ്തകത്തിന്റെ 13ാമത്തെ പേജിൽ പറയുന്നത്. എന്താ കുഞ്ഞാമ എന്ത് പറയണ്ടേ? സ്റ്റേജിമേ കയറി 2 കൗത്തിന്റെ നരമ്പ് പൊട്ടിച്ചിട്ട് ആർത്ത് വിളിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല കുഞ്ഞാമേ. എവിടെയും ഒന്ന് കയറി പറ്റാൻ ഒരു ചാൻസും കിട്ടാത്തത് കൊണ്ട് ഇനിയിപ്പം ഈ കൊണ്ടോട്ടി കൈക്കാരെ പിടിച്ചിട്ട് അവരെ ഒന്ന് വെള്ള പൂശിയിട്ട് അവിടെ കയറി പറ്റാനുള്ള ശ്രമമാണ് കുഞ്ഞാമ നടത്തിക്കൊണ്ടിരിക്കുന്നത്, കുരുവട്ടൂരികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അതിന്റെ പേരിൽ എത്ര കള്ളങ്ങളാ പറയുന്നത്. ബഹുമാനപ്പെട്ട ശൈഖുനാ സി എം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവർകൾ അവിടെ സിയാറത്തിന് വന്നിട്ടുണ്ട്. അതുപോലെ ഒരുപാട് മഹാന്മാരായ ഔലിയാക്കളുടെ പേരെണ്ണി പറഞ്ഞിട്ട് അവരൊക്കെ ഇവിടെ സിയാറത്തിന് നിൽക്കണേന്ന് പച്ചക്കളവുകൾ പറയാണ്. അപ്പം കുഞ്ഞാമ ആ വെല്ലുവിളിയൊക്കെ ആ കൊണ്ടോട്ടി ഉണ്ടാവും, അവിടെ തോറുണ്ട്, അവിടേക്കാട് വലിച്ചറിഞ്ഞാടാ അന്റെ വെല്ലുവിളി.